എന്റെ ഭാര്യ വലിയൊരു അസുഖം വന്ന് വലിയൊരു പ്രതിസന്ധിയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, അവരെ സഹായിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ഞങ്ങൾക്ക് തരണം. ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഡെയിലി ഡാഷ് മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി തന്നെ പറയട്ടെ, നിങ്ങൾ എല്ലാവരും കഴിവിന്റെ പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇതൊരു മുന്നറിയിപ്പ് വീഡിയോ ആണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നത് ഓൺലൈൻ വഴിയാണ്. അത്തരത്തിൽ പുതിയ ഒരു സാമ്പത്തിക തട്ടിപ്പിന് കളമൊരുക്കി രണ്ടുപേർ കാത്തിരിക്കുന്നുണ്ട്. സംഘികളായ തീവ്ര ഹിന്ദുത്വവാദികളായ നാട്ടിലെ പ്രധാന മുസ്ലിം വെറുപ്പുൽപാദകരായ അപ്പി ബൈജു എന്ന BK ബൈജുവും ഈ ബൈജുവിന്റെ കുടുംബജീവിതം തന്നെ തകരാൻ കാരണമായ ഈ ബൈജു അടക്കമുള്ള പല പരപുരുഷന്മാരുമായി അവിഹിത ബന്ധം വെച്ച് പുലർത്തുന്ന ജാമിദ എന്ന കാമിതയുമാണ് പുതിയ തട്ടിപ്പിനായി കളമൊരുക്കി കരുക്കൾ നീക്കി കാത്തിരിക്കുന്നത്. ഇത്തരത്തിൽ പുതിയ തട്ടിപ്പിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇവർ പുറത്തുവിട്ട ഒരു വീഡിയോ ഉണ്ട്, ഒരു ലൈവ് വീഡിയോ ആണ്. ആ വീഡിയോയ്ക്ക് ഇവർ കൊടുത്ത ഹെഡിങ് ആണ് ഏറ്റവും രസകരം. ഇനി ഒരു ഹിന്ദുവും ക്രിസ്ത്യാനിയും കരയേണ്ടി വരില്ല, പട നയിക്കാൻ ഇറങ്ങുന്നു BK ബൈജുവും ജാമിദ ടീച്ചറും. അവർ ആ പറഞ്ഞതിൽ കാര്യമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 10-15 വർഷമായി നമ്മുടെ കേരളത്തിലടക്കം ഇന്ത്യയിൽ എല്ലായിടത്തും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വല്ലാത്ത ദുരിതമായ ഒരു ജീവിതമാണ് അനുഭവിക്കുന്നത്. വലിയ കഷ്ടപ്പാടിലും വലിയ പ്രയാസത്തിലുമാണ്. ഇവിടുത്തെ ഹിന്ദുക്കളെയും ക്രൈസ്തവരെയും നമ്മുടെ രാജ്യം ഭരിക്കുന്ന മുസ്ലിം ഭരണകൂടം അടിച്ചമർത്തിയത് കാരണം അവരുടെ ജീവിതം കൂട്ടക്കരച്ചിലുകളിലാണ്, നിലവിളികളിലാണ്. ഒരു തരത്തിലുള്ള സമാധാനമോ സന്തോഷമോ അവർക്കില്ല. അവർക്ക് ക്ഷേത്രങ്ങളിൽ പോയി ആരാധിക്കാനോ ചർച്ചുകളിൽ പോയി അവരുടെ ആരാധന കർമ്മങ്ങൾ നിർവഹിക്കാനോ കഴിയുന്നില്ല. എല്ലാ ക്ഷേത്രങ്ങളുടെയും ക്രൈസ്തവ ദേവാലയങ്ങളുടെയും അടിയിൽ മക്കയുടെയും മദീനയുടെയും രൂപങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടുത്തെ ഇസ്ലാമിക ഭരണകൂടം അവരുടെ ചർച്ചുകളും അവരുടെ ക്ഷേത്രങ്ങളും എല്ലാം തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലും അവർക്ക് എവിടെയും പോയി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. മാർക്കറ്റിലേക്ക് ഇറങ്ങി അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ വാങ്ങിച്ച് കഴിക്കാൻ പറ്റുന്നില്ല. എല്ലാ മാർക്കറ്റുകളും മുസ്ലിങ്ങളാണ് ഭരിക്കുന്നത്. മുസ്ലിങ്ങൾക്ക് താല്പര്യമുള്ള ഭക്ഷണങ്ങൾ മാത്രമാണ് അവിടെ എല്ലാം വിൽക്കുന്നത്. ഹോട്ടലുകളിൽ ഒന്നും കയറി ഇവർക്ക് ആർക്കും ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു തരത്തിലും സമാധാനപൂർണമായ ഒരു ജീവിതം അവർക്ക് നയിക്കാൻ കഴിയുന്നില്ല. എപ്പോഴും ഹിന്ദുക്കളും ക്രൈസ്തവരും വല്ലാത്ത കരച്ചിലിലാണ്. അവരെ രക്ഷിക്കാമെന്നും അവരെ സംരക്ഷിക്കാമെന്നും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നേരിടുന്ന വെല്ലുവിളികൾക്ക് പരിഹാരമുണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന നരേന്ദ്രമോദിയും അമിത്ഷായും ഇവിടുത്തെ മുസ്ലിങ്ങളെയാണ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, മുസ്ലിങ്ങളെയാണ് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുവും ക്രിസ്ത്യാനിയും ഇപ്പോഴും കൂട്ടക്കരച്ചിലാണ്. അതുകൊണ്ട് നരേന്ദ്രമോദിയെ കൊണ്ടോ അമിത്ഷായെ കൊണ്ടോ കൂട്ടിയാൽ കൂടാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് രാജ്യത്തെ ഹിന്ദുക്കളുടെയും ക്രൈസ്തവരുടെയും പ്രയാസങ്ങൾ കേട്ടിട്ട് അവരുടെ ജീവിതം ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്താൻ ഇതാ പട നയിക്കാൻ വേണ്ടിയിട്ട് ഇതാ അപ്പി ബൈജുവും കാമിത ടീച്ചറും രംഗത്തിറങ്ങുകയാണ്. സംഗതി ഇത് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരുമെങ്കിലും ഇതൊക്കെ വിശ്വസിച്ചിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. ശരിയാണ്, നരേന്ദ്രമോദിയെ കൊണ്ടോ അമിത്ഷായെ കൊണ്ടോ ഒന്നും ഇവിടുത്തെ ക്രൈസ്തവരെയും ഹിന്ദുക്കളെയും രക്ഷിക്കാൻ പറ്റില്ല. BK ബൈജു രംഗത്തിറങ്ങണം, അതുപോലെ ജാമിദ ടീച്ചർ രംഗത്തിറങ്ങണം. എങ്കിൽ മാത്രമേ നമ്മളുടെ ജീവിതം സന്തോഷമാകൂ എന്ന് കരുതുന്ന ഒരുത്തനെങ്കിലും നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഇനി ഇവരുടെ പുതിയ തട്ടിപ്പിനെ കുറിച്ച് പറയാം. അപ്പി ബൈജു പറയുന്നത് കണ്ണൂരിൽ എവിടെയോ ഒരു സംഘപരിവാർ പ്രവർത്തകൻ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. നമ്മുടെ രാജ്യത്തെ നിരോധിത സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടും അവരുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള SDPയും ചേർന്ന് ആ ഭീകരന്മാരെല്ലാം കൂടെ ചേർന്ന് ആ ഹിന്ദു യുവാവിനെ കള്ളക്കേസിൽ കുടുക്കിയിരിക്കുകയാണ്. അതുപോലെ മറ്റനേകം പ്രതിസന്ധികൾ വേറെയുമുണ്ട്. അപ്പൊ ഇവരെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് വെട്ടം എന്ന പേരിൽ നമ്മളൊരു പുതിയ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിക്കുകയാണ്. അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. പക്ഷെ കാമിത പറയുന്നത് കൂട്ടമെന്നാണ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേര്. അപ്പി ബൈജു പറയുന്നു വെട്ടമെന്നാണെന്ന്. ചുരുക്കി പറഞ്ഞാൽ ഇവർക്കിടയിൽ തന്നെ ആ ഒരു വിഷയത്തിൽ ഇപ്പോഴും അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നു എന്നർത്ഥം. ഞാൻ മനസ്സിലാക്കുന്നത് അപ്പി ബൈജു വെട്ടമെന്ന പേരിലും കാമിത കൂട്ടമെന്ന പേരിലും രണ്ടുപേരും പ്രത്യേകം ട്രസ്റ്റുകൾ രൂപീകരിച്ച് വൻ സാമ്പത്തിക തട്ടിപ്പിന് വലവിരിച്ചിരിക്കുന്നു എന്നാണ്. നമുക്കാദ്യം ഈ അപ്പി ബൈജു ഈ കേസിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് ഒന്ന് കേട്ട് നോക്കാം. അത്തരത്തിലൊരു വലിയ വിഷയം ഷെയർ ചെയ്യാൻ തന്നെ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു ലൈവ് സെഷൻ വെച്ചിട്ടുള്ളത്. കാരണം ടീച്ചർക്കും എനിക്കും വ്യക്തിപരമായിട്ട് അറിയുന്ന നമ്മുടെ ഒരു സഹോദരൻ, ആ സഹോദരനെ ഈ ഇവിടെ നിരോധിക്കപ്പെട്ട PFI ഭീകരന്മാരും SDPI ഭീകരന്മാരും ചേർന്നുകൊണ്ട് ഒരു കള്ളക്കേസിൽ കുരുക്കുന്നു. ആ കള്ളക്കേസിൽ കുരുക്കിയ ആ യുവാവിനെ മറ്റാരും രക്ഷയില്ലാതെ ഭാര്യയും ഒരു കുഞ്ഞുമടക്കമുള്ള ഒരു ചെറിയ കുടുംബം, ആ കുടുംബത്തിലെ ഏക അത്താണിയായിട്ടുള്ള നമ്മുടെ സഹോദരൻ, ആ സഹോദരനെ രക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയായിട്ട് ഒരുപാട് ആളുകളെ കാണുകയും അതിനു വേണ്ടിയിട്ട് എല്ലാ വീഡിയോയ്ക്ക് മുൻപിലും ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തുമൊക്കെ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അപ്പോൾ ആ കേസിന്റെ മെറിറ്റിലേക്ക് നമ്മൾക്ക് അത് വെളിപ്പെടുത്താൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ആ വ്യക്തി ആരെന്നും എന്നാണ് കേസെന്നും ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പിറകെ വരുന്ന ഒരുപാട് ഭവിഷ്യത്തുകൾ വേറെയുണ്ട്. കണ്ടില്ലേ അപ്പി ബൈജു എന്താണ് പറഞ്ഞതെന്ന്? നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും ഒരാൾ ഒരു സഹായം ചോദിച്ചു വന്നാൽ
അവരുടെ കയ്യിൽ കുറഞ്ഞതൊരു പേപ്പറെങ്കിലും കാണും. എന്തിന്റെ പേരിലാണ് ഞാൻ സഹായം ചോദിച്ച് നിങ്ങളുടെ മുമ്പിൽ വന്നത് എന്നതിന്റെ തെളിവിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ വെള്ളിയാഴ്ചകളിൽ, ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, നമ്മളൊക്കെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവരാണല്ലോ. ജുമാ നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തോരം ആളുകളാണ് ആ വഴിയരികിലൊക്കെ പലതരത്തിലുള്ള സഹായങ്ങൾ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നത്. അവരുടെ കയ്യിലും കാണും ഏതെങ്കിലും ഒരു കാർഡോ ഒരു കടലാസോ. തങ്ങളെ എന്ത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്ന് കൈനീട്ടുന്നത് എന്നതിന്റെ തെളിവ് കാണിക്കാൻ. എന്റെ ഭാര്യ വലിയൊരു അസുഖം വന്ന് വലിയൊരു പ്രതിസന്ധിയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, അവരെ സഹായിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ഞങ്ങൾക്ക് തരണം. അതല്ലെങ്കിൽ എന്റെ മകൾ വിവാഹപ്രായമായി നിൽക്കുകയാണ്, ഞങ്ങൾക്ക് സാമ്പത്തികമില്ലാത്തത് കൊണ്ട് അവളുടെ വിവാഹം നടത്താൻ സാധിക്കുന്നില്ല, അതിലേക്ക് നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം തരണം. അല്ലെങ്കിൽ ഞങ്ങളൊരു വീട് വെക്കാൻ പോകുകയാണ്, ആ വീടിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ധാരാളം സാമ്പത്തികമായ ആവശ്യങ്ങളുണ്ട്, രോഗി ആയതുകൊണ്ട് എന്നെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല, നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ സഹായിക്കണം. ഇങ്ങനെയൊക്കെ തെളിവുകളുമായിട്ടാണ് നമുക്ക് മുന്നിൽ ആളുകൾ സഹായം ചോദിച്ചു വരുന്നത്. പക്ഷെ ഈ കാര്യത്തിൽ അപ്പിബൈദ് പറയുന്നത് അയാളുടെ പേര് പുറത്തു പറയാൻ പറ്റില്ല, അയാളുടെ നാട് പറയാൻ പറ്റില്ല, അയാൾ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് പറയാൻ പറ്റില്ല, അയാളെ ഏത് രീതിയിലാണ് കേസിൽ കുടുക്കിയതെന്നും ആ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ എന്താണെന്നോ അല്ലെങ്കിൽ മറ്റു വെളിപ്പെടുത്തലുകൾ എന്താണെന്നോ ഒന്നും പുറത്തു പറയില്ല. പക്ഷെ നിങ്ങൾ ക്യാഷ് തരണം, അതിന് എന്റെ അക്കൗണ്ട് നമ്പർ ഞാൻ താഴെ കാണിച്ചിട്ടുണ്ട്, നിങ്ങളെല്ലാം അതിലേക്ക് പൈസകൾ അയക്കണം. ഇത് ശുദ്ധമായ സാമ്പത്തിക തട്ടിപ്പാണെന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവ് വേണം. ഇത്തരത്തിൽ ആളും പേരും സ്ഥലവും ഒന്നും പറയാതെ അപ്പിബൈദു ജനങ്ങൾക്ക് മുമ്പിൽ കൈനീട്ടുന്നതിന്റെ പിന്നിൽ മറ്റൊരു ലക്ഷ്യമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേസുകളുള്ള ഒരാളാണ് ഈ അപ്പിബൈദു. ഏതാണ്ട് 10ലധികം കേസുകൾ അപ്പിബൈദുവിന്റെ പേരിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കേസുകൾ, ഒന്ന് മലപ്പുറത്തെ ഒരാൾക്കെതിരെ വംശീയതയും മുസ്ലിം വിരോധവും വെറുപ്പും പ്രചരിപ്പിച്ചതിന്റെ പേരിലാണ്. മറ്റൊന്ന് സുരേഷ് ഗോപിയിൽ നിന്നും നല്ല സാമ്പത്തികം വാങ്ങി തരാമെന്ന് പറഞ്ഞ് സാധുവായ പാവപ്പെട്ട ഒരു ഹിന്ദു യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ പേരിലാണ്. ആ വിഷയം ചോദ്യം ചെയ്തതിന്റെ പേരിൽ ആ സ്ത്രീയെയും ആ സ്ത്രീയുടെ മകളെയും അസഭ്യം പറഞ്ഞതും അശ്ലീല പരാമർശങ്ങൾ അടക്കം നടത്തിയതിന്റെ പേരിലുമാണ്. ഇത്തരത്തിൽ ധാരാളം കേസുകളിൽ വലിഞ്ഞു മുറിഞ്ഞു നിൽക്കുന്ന ബൈജുവിന് സാമ്പത്തികം ആവശ്യമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നാടും വീടും വിട്ട് ഏതോ ഒരു ഹുദാമിൽ പോയിരുന്ന് ഒരു ലോക്കൽ ലോഡ്ജിൽ റൂം എടുത്ത് താമസിക്കുകയാണ് ബൈജു. ബൈജുവിന് സ്വന്തമായിട്ട് ഒരു വരുമാനവുമില്ല. നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്ന ബൈജു അതെല്ലാം ഒഴിവാക്കി മാതാപിതാക്കളെ പൂർണ്ണമായി ഉപേക്ഷിച്ച് അവർക്ക് പോലും ചെലവിന് കൊടുക്കാതെ ജാമിതയുമായ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടത് കാരണം കുടുംബവും ഉപേക്ഷിച്ച് പൂർണ്ണമായും പെരുവഴിയിലായ ബൈജു മുസ്ലിം വിരോധം പറഞ്ഞും മുസ്ലിം വിരോധം പ്രചരിപ്പിച്ചും മുസ്ലിം വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചും അതിൽ നിന്ന് സംഖ്യകൾ കൊടുക്കുന്ന നക്കാപ്പിച്ച വാങ്ങി ജീവിച്ചു പോകുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ കേസുകളിൽ അകപ്പെട്ടിരിക്കുന്ന അപ്പിബൈജുവിന് വലിയ സാമ്പത്തികത്തിന്റെ ആവശ്യമുണ്ട്. അതിനു വേണ്ടിയിട്ട് തന്റെ എല്ലാ വീഡിയോകളുടെ താഴെയും നിങ്ങൾ എല്ലാവരും എന്നെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള അഭ്യർത്ഥനകൾ നടത്തിയിട്ടും 1ലധികം ചാനലുകൾ തുടങ്ങിയിട്ടും അതിൽ നിന്നൊന്നും സാമ്പത്തികമായിട്ടുള്ള ഒരു നേട്ടവും അപ്പിബൈജുവിന് ഇതുവരെ കരഗതമാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഒരു മാസം 1 കോടി രൂപ കളക്ഷൻ കിട്ടുന്ന പുതിയൊരു തട്ടിപ്പ് വ്യവസ്ഥയുമായിട്ട് അപ്പിബൈജുവും കാമിതയും രംഗത്ത് വന്നിരിക്കുന്നത്. നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് സഹായം ചോദിക്കുമ്പോൾ, അവർക്ക് വേണ്ടി ധനസമാഹരണം നടത്തുമ്പോൾ കുറഞ്ഞ പക്ഷം അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആയിരിക്കും കൊടുക്കുക. ഇവിടെ ബൈജുവിന്റെ അക്കൗണ്ട് നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പിബൈജുവും കാമിതയും കൈതീട്ടി നാട്ടുകാരോട് തെണ്ടുന്നത് മറ്റൊരു സംഘപരിവാറുകാരന് വേണ്ടിയിട്ടാണ്. സാധാരണഗതിയിൽ ഒരു സംഘപരിവാറുകാരൻ അകപ്പെടാനുള്ള കേസ് ഏത് രൂപത്തിലായിരിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്നുകിൽ കൊലപാതകം, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെയുള്ള അപരമത വിദ്വേഷം പ്രചരിപ്പിക്കലും വെറുപ്പ് ഉൽപാദനം, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ നിന്നും പണം മോഷണം ആയിരിക്കണം, അല്ലെങ്കിൽ 4 ആളുകളോട് പുറത്ത് പറയാൻ പറ്റാത്ത അത്ര മോശമായ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിന്റെ പേരിൽ അകത്തായ ഒരുത്തിന് വേണ്ടിയിട്ടാവണം അപ്പിബൈജു സ്വാഭാവികമായിട്ടും കൈനീട്ടുക. അപ്പിബൈജുവിന്റെ ഒരു ജീവിത ചരിത്രവും പോലും അത്തരത്തിലുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടായിരിക്കും അപ്പിബൈജുവും കൈനീട്ടുക. കാമിത പറഞ്ഞത് എന്താണെന്ന് കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിക്കാൻ തീരുമാനിച്ചത്. അപ്പോ നമുക്ക് അതിനകത്ത് നാരായണന്റെ പൈസ എടുത്ത് തിന്നേണ്ട കാര്യമില്ല, ഞങ്ങൾ അത് വലിച്ചു തിന്നുന്ന ആളുകളാണ്. ഒരുപാട് പേര് ഇപ്പോ ഇന്ന് കണ്ണൂരിൽ നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ വിളിക്കുവാണ്. അയാളുടെ മോള് ഒരു കോഴിക്കടക്കാരനുമായിട്ട് കമ്പനിയായി. ആ പെൺകുട്ടി MBBS ഫൈനൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയാണ്. മെഡിക്കൽ കോളേജ് ഒരു രക്ഷയുമില്ല, പിന്മാറ്റി. അപ്പൊ നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ ഒരു ദിവസം ഒരു യാത്ര പോകുമ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ, നമ്മുടെ ലൈവുകള്, നമ്മുടെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ബ്രേക്ക് ആവും. അപ്പൊ ഇങ്ങനെ തകർന്നു നിൽക്കുന്ന ഇവരോട് നമുക്ക് വണ്ടിക്ക് പൈസ ചോദിക്കാൻ പറ്റില്ല, വക്കീലിന് കൊടുക്കാനുള്ള പൈസ ചോദിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് പലപ്പോഴും ഇതുപോലെയുള്ള വിഷയങ്ങൾ നമ്മൾ ഇടപെടാറ്. ഒരു സംഘടിതമായ ഒരു രൂപമുണ്ടെങ്കിൽ വളരെ നല്ലതാണ് എന്ന് തോന്നി.
ഇത്തരത്തിൽ സംഘടിതമായി സംഘടിപ്പിക്കുന്ന തുകയിൽ നിന്നും ഞങ്ങളാരും 10 പൈസ എടുക്കില്ല. അത്തരത്തിൽ മറ്റുള്ളവർ തരുന്ന സഹായങ്ങളിൽ നിന്നും എടുത്ത് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങളൊക്കെ അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്. അല്ല ജാമിദ, നീ എന്ത് അധ്വാനമാണ് നടത്തുന്നത്? നിനക്ക് എന്തെങ്കിലും ഒരു തൊഴിലുണ്ടോ? രാവിലെ 8 മണിക്കോ 9 മണിക്കോ 10 മണിക്കോ വീട്ടിൽ നിന്ന് പോയി ആ തൊഴിൽ കഴിഞ്ഞ് വൈകിട്ട് 5 മണിക്കോ 6 മണിക്കോ 7 മണിക്കോ നിനക്ക് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന രീതിയിൽ ഒരു തൊഴിലിന് നീ പോകുന്നുണ്ടോ? നിന്റെ തൊഴിൽ എന്താണെന്നും നിന്റെ അധ്വാനം എന്താണെന്നും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്താണ് നിന്റെ അധ്വാനം? അപ്പി ബൈജുവിന് തുണി പൊക്കി കൊടുക്കലോ, അല്ലെങ്കിൽ ആരിഫിന് തുണി പൊക്കി കൊടുക്കലോ, അരിമാശെന്നും പറഞ്ഞു നടക്കുന്ന മറ്റനേകം യുക്തിവാദികൾക്ക് തുണി പൊക്കിക്കൊടുത്ത് ജീവിക്കുന്നതിനെയാണോ കാമിത നീ അധ്വാനം എന്ന് പറയുന്നത്? ശരീരം വിറ്റ് ജീവിക്കുന്ന ധാരാളം സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതൊരു തൊഴിലെന്ന് പറഞ്ഞ് അവരതിൽ അഭിമാനം കൊള്ളുന്നവരാണ്. നിനക്ക് അതിനു പോലുമുള്ള ചങ്കൂറ്റമില്ലല്ലോ ജാമിദ. ഇത്രയും പുരുഷന്മാരുമായി ഒരേ സമയം അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്ന നിനക്ക് ഒരു തെരുവ് വേശ്യയുടെ വില പോലും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം നീ ഇനിയെങ്കിലും മനസ്സിലാക്കണം കാമിത. കാരണം നീ ഒളിഞ്ഞും തെളിഞ്ഞും വ്യഭിചാരം നടത്തുന്നവളാണ്. അത് തുറന്ന് സമ്മതിക്കാൻ നിന്റെ ദുരഭിമാന ബോധം നിന്നെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതല്ലെങ്കിൽ നിന്റെ അധ്വാനം രാവിലെ 8 മണി മുതൽ രാത്രി 1 മണി വരെ പലതരത്തിലുള്ള വീഡിയോകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാ വീഡിയോകളും ഇവിടുത്തെ മുസ്ലിം സമുദായത്തിനെതിരെ വർഗീയ പരാമർശങ്ങൾ നിറഞ്ഞതാണ്. ഇവിടുത്തെ മുസ്ലിം സമുദായത്തിനെതിരെ കൃത്യമായ അപരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്നതാണ്. ഇവിടുത്തെ മുസ്ലിം സ്ത്രീകൾക്കെതിരെ, മുസ്ലിം കുഞ്ഞുങ്ങൾക്കെതിരെ പോലും കൃത്യമായ അപരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്നതും മുസ്ലിം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതുമാണ്. ഏതെങ്കിലും മുസ്ലിങ്ങളെ വഴിയിൽ വെച്ച് കണ്ടാൽ പോയി അവരെ വെട്ടിക്കൊല്ലാൻ പാകത്തിൽ ഒരു വിഭാഗം ആളുകളെ, ഒരു വിഭാഗം സംഘപരിവാറുകാരെ, ഒരു വിഭാഗം മുസ്ലിം വിരുദ്ധരെ സൃഷ്ടിച്ചെടുക്കുന്നതിന്റെ കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിക്കുന്നതാണോ നിന്റെ അധ്വാനം എന്ന് പറയുന്നത്? അത്തരത്തിൽ പലതരത്തിലുള്ള ലൈവുകളിലൂടെ വന്ന് മുസ്ലിങ്ങൾക്കെതിരെ കടുത്ത വംശീയതയും കടുത്ത വിരോധവും കടുത്ത വെറുപ്പും ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണോ കാമിത നീ ഈ പറയുന്ന അധ്വാനം എന്ന് പേരിട്ട് വിളിക്കുന്നത്? അടിസ്ഥാനത്തിലാണ് നിന്നെ പലരും ടീച്ചർ എന്ന് വിളിക്കുന്നത്. നീ വളാഞ്ചേരിയിലോ മറ്റോ ഉള്ള ഏതോ ഒരു ഇസ്ലാമിക സ്ഥാപനത്തിൽ നിന്നും അറബിയിൽ അഫ്ളൽ ഉലമ എന്ന കോഴ്സ് പാസ്സായതിന്റെ പേരിൽ, കുറെ കുട്ടികൾക്ക് ഖുർആൻ പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ, കുറെ കുട്ടികളെ ഹദീസ് പഠിപ്പിച്ചതിന്റെ പേരിൽ, കുറെ കുട്ടികളെ ദീൻ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തതിന്റെ പേരിലല്ലേ നിനക്ക് ടീച്ചർ എന്നൊരു വിശേഷണം പോലും വന്നത്? ആ ലേബലിലല്ലേ ഇന്നും നീ അറിയപ്പെടുന്നത്? 10-15 വർഷത്തോളം ഒരു ഇസ്ലാമിക സ്ഥാപനത്തിൽ നിന്ന് അവിടുത്തെ ഭക്ഷണം കഴിച്ച് തടിച്ചു കൊടുത്തല്ലേ നീ വളർന്നത്? എന്നിട്ട് ഇപ്പോൾ നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതേ ലേബലിൽ, അതേ ടീച്ചറുടെ ലേബലിൽ ഇരുന്നു കൊണ്ടല്ലേ നീ ഈ സംഘപരിവാറുകാരോടൊപ്പം ചേർന്ന്, മുസ്ലിം വിരുദ്ധരോടൊപ്പം ചേർന്ന് ഇവിടുത്തെ മുസ്ലിം സമുദായത്തെ കൊന്നുകളയാൻ പാകത്തിൽ മറ്റുള്ളവരുടെ ഉള്ളിൽ മുസ്ലിം സമുദായത്തെ കുറിച്ച് വെറുപ്പ് നിറച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ജാമിദയുടെ ചരിത്രവും എന്താണെന്ന് നമുക്കറിയാമല്ലോ. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഇവൾ കടന്നു പോകുന്നത്. വലിയ സാമ്പത്തിക പ്രതിസന്ധി വന്ന ഒരു ഘട്ടത്തിൽ അവളെ ഏറെ ആശിച്ചു വാങ്ങിച്ച എന്റെ കാർ ഞാൻ വിൽക്കുകയാണ്, അത്രത്തോളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഞാനിപ്പോൾ നേരിടുന്നതെന്ന് പറഞ്ഞ് പരസ്യമായി വീഡിയോ ചെയ്തതാണ്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ വീഡിയോയിലൂടെ തന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അവൾ തുറന്നു പറഞ്ഞതാണ്. അത്തരം സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിൽക്കുന്ന ഒരാൾ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റുമായി നമുക്ക് മുമ്പിൽ വരുമ്പോൾ എന്താണ് അവരുടെ ഉദ്ദേശം എന്നുള്ളത് കൃത്യമായി നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. പിന്നെ കാമിത പറയുന്നത് അവളെ കണ്ണൂരിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചു അത്രേ. അവരുടെ മകള് MBBS പഠിക്കുന്ന അവരുടെ മകള് ഏതോ ഒരു കോഴിക്കടക്കാരനുമായി പ്രണയത്തിലായത് കാരണം അദ്ദേഹത്തിന് ആ മക്കളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ സാധിക്കുന്നില്ല. അതിന് കാമിതയുടെ സഹായം തേടിയിരിക്കുകയാണ്. ആരാണ് കാമിത? കേരളത്തിലെ അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു കൗൺസിലിംഗിൽ വിദഗ്ധയായിട്ടുള്ള ആളാണോ? അതല്ലെങ്കിൽ കേരളത്തെ അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണോ? പച്ചയായ മുസ്ലിം വിരോധവും പച്ചയായ വർഗീയതയും പച്ചയായ മുസ്ലിം വെറുപ്പും പ്രചരിപ്പിക്കുന്ന ഒരാളെ എന്തിനാണ് കണ്ണൂരിലുള്ള ഒരു പോലീസുകാരൻ അഭ്യസ്ത വിദ്യാർത്ഥിയായിട്ടുള്ള മകളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ക്ഷണിക്കേണ്ട ആവശ്യം എന്താണ്? ഇത്തരത്തിൽ തട്ടിപ്പുകളും തള്ളുകളുമായി ഇവിടുത്തെ മുസ്ലിം വിരുദ്ധർക്കിടയിൽ ഒരു ചിത്രം പാകപ്പെടുത്തിയെടുത്ത് തന്റെ സാമ്പത്തിക തട്ടിപ്പ് കൂടുതൽ വിശാലമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പച്ചയായ നുണകൾ പറഞ്ഞുകൊണ്ടിട്ടാണ് ജാമിദ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. മറ്റൊരു കാര്യം കാമിതയും അപ്പിബൈജും ഇതിൽ പറയുന്നത്, നമ്മുടെ അബ്ദുറഹീമിന് വേണ്ടിയിട്ട് വലിയ സഹായങ്ങൾ ഒഴുകിയെത്തിയല്ലോ, അതുപോലെ ഞങ്ങൾക്കാരും നിങ്ങൾ എന്താണ് സഹായം തരാത്തതെന്ന് ചോദിച്ചുകൊണ്ടാണ്. ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് മാത്രം നിങ്ങൾ വാരിക്കോരി കൊടുക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് എന്താണ് നിങ്ങൾ തരാത്തത് എന്നും കൂടി ഇവർ ചോദിക്കുന്നുണ്ട്. നീ മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ അബ്ദുറഹീമിനെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങിയത് മലയാളി മൊത്തത്തിലാണ്. അവർക്ക് മതങ്ങൾ ഉണ്ടായിരുന്നില്ല, അവർക്ക് ജാതികൾ ഉണ്ടായിരുന്നില്ല. ജില്ലകൾ തിരിച്ചതിന്റെ കണക്കെടുത്ത് നോക്കിയാൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ നിന്ന്, ക്രൈസ്തവർക്ക് ഭൂരിപക്ഷമുള്ള കോട്ടയം ജില്ല അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നും കോടിക്കണക്കിന് രൂപയാണ് ആ ഫണ്ടിലേക്ക് ഒഴുകിയെത്തിയത്. അത് അത്രത്തോളം സത്യസന്ധമായതുകൊണ്ടാണ്. എന്താണ് കേസ്, എന്താണ് ആവശ്യമെന്ന് കൃത്യമായി മലയാളികൾക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞിട്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങളടക്കം അതിന് വാർത്താ പ്രാധാന്യം നൽകിയത്. അതുകൊണ്ടാണ് വലിയ തുക, അതുകൊണ്ടാണ് ആഗ്രഹിച്ചതിലും ആവശ്യപ്പെട്ടതിലും അധികം തുക ആ അക്കൗണ്ടിലേക്ക് ഒഴുകിയെത്തിയത്.
അല്ലാതെ നിന്നെപ്പോലെ ഏതെങ്കിലും വർഗീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന, നാട്ടിലെ ജനങ്ങൾക്കിടയിൽ കലാപമുണ്ടാക്കാൻ, ജനങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കാൻ, ജനങ്ങൾക്കിടയിലുള്ള സ്വസ്ഥതയും സമാധാനവും കെടുത്തിക്കളയാൻ ശ്രമിക്കുന്ന നിന്നെപ്പോലെയുള്ള തീവ്രവാദികൾ, നിന്നെപ്പോലെയുള്ള ക്ഷുദ്രജീവികൾ എന്തെങ്കിലും പറഞ്ഞാൽ മുഖവിലേക്ക് എടുക്കുന്നവരല്ല ഇവിടുത്തെ മലയാളികൾ എന്നുള്ള കാര്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടുത്തെ മതേതര സമൂഹത്തിൽ, മതനിരപേക്ഷ കാഴ്ചപ്പാടുകളുള്ള സമൂഹത്തിൽ നിങ്ങൾക്കാർക്കും ഒരു സ്ഥാനവുമില്ല. ഇനി അങ്ങനെ ഒരു സ്ഥാനം നിങ്ങൾക്ക് കിട്ടാനും പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. നമ്മളാരും ഈ വീഡിയോ നിസ്സാരമായി എടുക്കാനും പാടില്ല. കാരണം ഇവിടുത്തെ മുസ്ലിം സമുദായം നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഞങ്ങളുടെ ഭാര്യമാരും ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങളുടെ മക്കളുമൊക്കെ പട്ടിണി കിടന്ന് മരിച്ചാലും വേണ്ടിയില്ല, ഞങ്ങൾക്ക് കിട്ടുന്ന സമ്പാദ്യത്തിന്റെ നല്ലൊരു ഭാഗവും ഇവിടുത്തെ മുസ്ലിം വിരുദ്ധർക്ക് ഞങ്ങൾ അയച്ചു കൊടുക്കും. അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്നവർക്ക്, മുസ്ലിങ്ങൾക്കെതിരെ പലതരത്തിലുള്ള കഥകൾ പറഞ്ഞ് മുസ്ലിങ്ങൾക്കെതിരെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് ഞങ്ങളുടെ സമ്പാദ്യങ്ങൾ ഞങ്ങൾ അയച്ചു കൊടുക്കുക തന്നെ ചെയ്യും എന്ന് ദൃഢപ്രതിജ്ഞ എടുത്ത് ജീവിക്കുന്ന ഒരു വിഭാഗം അപകടകാരികളായിട്ടുള്ള മുസ്ലിം വിരുദ്ധർ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. സംഘപരിവാർ ഇവിടെ ജീവിക്കുന്നുണ്ട്. കൃസംഖികൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. അവരുറപ്പായിട്ടും ഈ പറയപ്പെട്ട കാമിതയ്ക്കും അപ്പി ബൈജുവിനും പണം അയച്ചു കൊടുക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ വീഡിയോ നമ്മൾ ചെയ്തതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ, നാളെ ഒരു സമയത്ത് നിഷ്കളങ്കരായ സാധുക്കളായ മനുഷ്യരുടെ മുമ്പിലേക്ക് വെട്ടം എന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ, അല്ലെങ്കിൽ കൂട്ടം എന്ന പേരുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നോട്ടീസോ ഒരു പോസ്റ്റോ ഒരു പോസ്റ്ററോ ഒരു ചിത്രമോ നിങ്ങൾക്ക് മുമ്പിൽ വന്നാൽ നിങ്ങൾ പ്രത്യേകം ഓർമ്മ വെക്കുക, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന രണ്ടുപേർ തീവ്ര ഹിന്ദുത്വവാദികളായിട്ടുള്ള, മുസ്ലിം വിദ്വേഷകരായിട്ടുള്ള, വർഗീയവാദികളായിട്ടുള്ള കാമിരയും അപ്പിബൈജുമാണ് എന്നുള്ള ഒരു ഓർമ്മ വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പ്രത്യേകം പറയുന്നു, ഈ വീഡിയോ കഴിവിന്റെ പരമാവധി നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താനും മറക്കരുത്. ബൈ.